ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. താൻ ഒരു വർഷം മുൻപ് പങ്കെടുത്ത വിവാഹത്തിന്റെ പോസ്റ്റാണ് ദുരുപയോഗം ചെയ്യുന്നത്. പോസ്റ്റിന്റെ കാലം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുലിന്റെ യൂട്യൂബ് വീഡിയോയിലും സന്ദീപ് വാര്യറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഗോകുൽ VS കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്താൽ മതി. ഇത് വിളിച്ച് ആളുകളെ അറിയിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തു, അത് ഇന്ന കാലമാണ് ഇന്ന വർഷം എന്ന് ആളുകളെ പോയി അന്വേഷിക്കാൻ തരത്തിലുള്ള ഒരു വിശദീകരണ കുറിപ്പ് അത് ഡിലീറ്റ് ചെയ്തതിനു ശേഷം സന്ദീപ് വാര്യർ ഇട്ടിരുന്നു. അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? തീർച്ചയായും ഇതൊരു 5 മണിക്കൂർ മുൻപാണ് ഈ പോസ്റ്റ് വന്നത്. ഇതിൽ പറയുന്നത് ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്ന പ്രചരണത്തിലാണ് ഇയാൾ സന്ദീപ് വാര്യർ വിശദീകരണം ആയി പറയുന്നത്. ഇത്തരത്തിലൊരു പരാമർശം തന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഇത് ഒരു വർഷം മുൻപ് പങ്കെടുത്ത വിവാഹ ചടങ്ങിന്റെ ഫോട്ടോ ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത്. ആര് പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഇത്തരം ഒരു കാര്യത്തിൽ കൂടുതൽ അതിലേക്ക് പ്രചരണവും വിസിബിലിറ്റിയും കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരുപക്ഷെ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. കാരണം കൂടുതൽ വിശദീകരണങ്ങൾ ഇതിൽ നൽകേണ്ട ആവശ്യം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഇത്തരത്തിൽ പറയുന്നതൊക്കെ തന്നെ അതിലേക്ക് ആളുകളെ കേന്ദ്രീകരിക്കാനൊക്കെ കാരണമാകും എന്നുള്ളത് അല്ല ഗോകുൽ, ഇപ്പോഴും ഡിലീറ്റ് ചെയ്യാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. അതിൽ ഈ പെൺകുട്ടിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ് സന്ദീപ് വാര്യരുടെ നമ്മൾ ID പരിശോധിക്കുകയാണെങ്കിൽ അടുത്തതായി കാണാൻ കഴിയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് വീഡിയോയിലുള്ള ഒരു മറുപടി എന്നുള്ള നിലയിലുള്ള സന്ദീപ് വാര്യരുടെ പോസ്റ്റാണ്. അതിൽ കൂടുതലായി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കൂടുതൽ പരാമർശിക്കുന്ന പോസ്റ്റുകളാണുള്ളത്. ഇതിൽ കോൺഗ്രസിന്റെ നിലപാടാണ് തന്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് പറയുന്നുണ്ട്. അതിനു മുൻപ് പറയുന്ന ചില കാര്യങ്ങളാണ്. അതിൽ അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളുമാണ് പറയുന്നത്. അവരുടെ വിവാഹ ബന്ധത്തെയൊക്കെ പറ്റിയാണ് പറയുന്നത്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളായി നിൽക്കുമ്പോൾ സ്വാഭാവികമായി അതിജീവിത സൈബർ അറ്റാക്കുകൾ നേരിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം സന്ദീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ ഒഴിവാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് സന്ദീപ് വാര്യർ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്.